ശരിക്കും ഇവിടെ എല്ലാവരും മത്സരിക്കേണ്ടത്. കാരണം എഗെയിൻസ്റ്റ് BJP അല്ലല്ലോ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ CPM-നെതിരല്ലേ. കേന്ദ്രത്തിൽ രണ്ടും ഒന്നാണല്ലോ, CPM-ഉം കോൺഗ്രസും. അപ്പോൾ ആക്ച്വലി പിന്നെ ഒരു കോൺഗ്രസ്സിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടർ കൂടി ഉണ്ട് അവിടെ, അത്ര തന്നെ ഉള്ളൂ. കാരണം കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ ഓർത്ത് പരിധിവെക്കുന്നു, അത്രേ ഉള്ളൂ. ഇവിടെ അത് ആർക്കെതിരെയാണ് പടപുരുതാൻ വന്നിരിക്കുന്നതെന്നൊന്ന് പറഞ്ഞു തരുകയാണെങ്കിൽ അതൊന്ന് വ്യക്തമാക്കി തരുകയാണെങ്കിൽ സന്തോഷമായിരുന്നു. അത് അവരുടെ ഇഷ്ടം മത്സരിക്കേണ്ടത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അത് തീരുമാനമാവാതെ നിൽക്കുമായിരുന്നല്ലോ. അപ്പോൾ അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള എന്തെങ്കിലും അജണ്ട ഉണ്ടായിരിക്കും അതിൻ്റെ പിന്നിൽ. അപ്പോൾ അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നു. പറ്റി ഞാൻ എന്ത് പറയാനാ, സോറി. Maybe he will win because he has got something that others don't have. UDF-ന് എന്തായാലും നല്ലൊരു മുന്നേറ്റം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. രാഹുൽ ഗാന്ധി കേരളത്തിൽ വരുന്നതുകൊണ്ട് UDF-ന് നല്ലൊരു മുന്നേറ്റം ഉണ്ടാവും. തന്നെ UDF ഒരു തരംഗം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. രാഹുൽ ഗാന്ധി വരികയാണല്ലോ, ആ മൊത്തത്തിൽ ആ ഒരു എഫക്റ്റ് ഉണ്ടാവും എന്നാണ് നമുക്ക് തോന്നുന്നത്. രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ അതിൻ്റെതായ ഇതുണ്ടാവാൻ മതിയാവും, അതുകൊണ്ടാവും അങ്ങോട്ട് വന്നത്, വയനാട്ടിലേക്ക് വന്നിട്ടുണ്ടാവുക, അത്ര തന്നെ. രാഹുൽ ഗാന്ധി വയനാട് തീരുമാനിച്ചെന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടാണ്, ഗവൺമെൻറ്റിൻ്റെ ഒരു ജനവിരുദ്ധമായിട്ടുള്ള നയങ്ങൾക്കെതിരാണ് ഇവിടെ ഇലക്ഷൻ അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടികൾ നിൽക്കേണ്ടത്. ആ സ്ഥാനത്ത് ഇവിടെ ഇടതുപക്ഷത്തിനെതിരാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ മത്സരിക്കാൻ തീരുമാനിച്ചത്. അതിന്ന് മനസ്സിലാക്കണപ്പോൾ അത്രയേ ഉള്ളൂ. കേന്ദ്ര ഗവൺമെൻറ്റിനോട് മുട്ടാനുള്ളൊരു ധൈര്യം ഇല്ലാതെ കൊണ്ടാവാം ഇവിടെ കേരളത്തിൽ വന്നിട്ട് മത്സരിക്കാൻ തയ്യാറായതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മാറ്റം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ എന്തായാലും കേരളത്തിൻ്റെ ആൾക്കാർ ഇപ്പോൾ നിന്നിട്ടിപ്പോൾ വലിയൊരു മാറ്റം കാണുന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും രാഹുൽ ഗാന്ധി വന്ന മാറ്റം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് അത് കറക്റ്റ് BJP-നോടാണ് ശരിക്കും അവർ മത്സരിക്കേണ്ടത്. ഇതൊരു CPM-നോടാണ് അവരിപ്പോൾ മത്സരിക്കുക. അവർ ഒന്നിച്ച് നിൽക്കേണ്ട സ്ഥാനത്ത് അവരിപ്പോൾ എതിരായിട്ടാണ് മത്സരിക്കേണ്ടത്. ഇപ്പോൾ ഒരു ഒളിച്ചോട്ടല്ലേ ഇവിടെ. CPI ആണ് പ്രധാന കക്ഷി എന്ന് പറയല്ലേ അതിൻ്റെ അർത്ഥം. BJP-യിൽ നിന്ന് BJP സ്മൃതി ഇറാനിയെ പേടിച്ച് വരികയാണെന്നുള്ള പറഞ്ഞ ആരോപണം ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വരുന്നതിന് നമുക്ക് സ്വാഗതം ചെയ്യാം, പക്ഷേ CPI പോലുള്ള ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ന് ദേശീയ രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലക്ക് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയുടെ എതിർകക്ഷിനെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നിടത്തേക്കൊരു വരവ് എന്ന് പറഞ്ഞാൽ അതിനങ്ങനെ നോക്കി കാണാൻ എനിക്ക് തോന്നുന്നുള്ളൂ. അത് നമുക്ക് സംബന്ധിച്ചോളം രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യം തന്നെയാണ്. ഇത്രയും വലിയൊരു രാജ്യത്ത് നമ്മളെ ഈ വയനാട്ടിൽ വന്ന് മത്സരിക്കാം എന്ന് പറയുമ്പോൾ കേരളത്തിന് തന്നെ അതൊരു ഇതായിട്ടാണ് തോന്നുന്നത്. രാഹുൽ ഗാന്ധി മത്സരിക്കുക എന്നത് ഇന്ത്യയിലെ ഏതൊരാൾക്കും 2-3 മണ്ഡലങ്ങളിലൊക്കെ മത്സരിക്കുക, അതിൽ യാതൊരു തർക്കമൊന്നുമില്ല. പക്ഷേ ഇന്നത്തെ ഒരു രാഷ്ട്രീയ നിലപാടിൽ കേരളത്തിനകത്ത് ഒരു മതേതര കൂട്ടുകക്ഷിയിൽ പെടുന്ന ഇടതുപക്ഷത്തിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് മത്സരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് ദക്ഷിണേന്ത്യയിൽ ഏതെങ്കിലും BJP-യോട് അനുകൂലമായി നിൽക്കുന്ന ഏതെങ്കിലും മണ്ഡലത്തിലാണ് അദ്ദേഹം മത്സരിക്കേണ്ടത് എന്നൊരു കാഴ്ചപ്പാടാണുള്ളത്. കാരണം ഇന്ത്യയിൽ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെ തകർത്തെറിയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യയിൽ ഇടതുപക്ഷമായാലും പറയുന്ന കോൺഗ്രസ് നിലനിന്ന് പോകുന്നത്. അപ്പോൾ അതിനൊരു കോൺട്രഡിക്ടറി സംഭവം കേരളത്തിലെ ജനങ്ങൾ അത് മനസ്സിലാക്കും. ഇതൊരു ശരിയായ നിലപാടല്ല എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് നല്ലതാണല്ലോ. ഓക്കെ, അത് നല്ലതാണല്ലോ. കേരളത്തിൽ നിന്ന് ഒരു പ്രധാനമന്ത്രി വരിക എന്ന് പറഞ്ഞാൽ നല്ലതാണ്. തീർച്ചയായിട്ടും അത് UDF-ന് കേരളത്തിലുള്ള ഒരു മുന്നേറ്റത്തിൻ്റെ തുടക്കം തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ വരവ് എന്നത്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന കാരണം ഭാവി പ്രധാനമന്ത്രിയാണോ രാഹുൽ ഗാന്ധി? അത് തീർച്ചയായും എന്താ പറയുക, നമ്മളെ കേരളത്തിൽ നിന്ന് ഒരു പ്രധാനമന്ത്രി ഉണ്ടാവുക എന്നുള്ളത് എല്ലാവർക്കും ഒരു കേരളീയർക്ക് നല്ലൊരു അഭിമാന നിമിഷമല്ലേ രാഹുൽ ഗാന്ധി വരിക എന്ന് പറഞ്ഞത്. ഒന്നും പറയാനില്ല. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാളൊക്കെ മത്സരിക്കുമ്പോൾ ജയിക്കാൻ വേണ്ടി ആയിരിക്കുമല്ലോ അവർ ഈ ജയിക്കുന്ന ഉൾപ്പെടെയുള്ള പ്രദേശത്ത് ഇങ്ങനെ മത്സരിപ്പിക്കുന്നതിൻ്റെ കാരണം അത് തന്നെ ആയിരിക്കും. വിജയിക്കാൻ ചാൻസ് കൂടുതലാണ്.